السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, നമുക്കേവർക്കും അനുഭവിക്കുവാനുള്ള അന്തിമ നിമിഷങ്ങളും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമായിരുന്നു കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ നമ്മൾ വിശദീകരിച്ചത്. ഒരു മരണവാർത്ത നമുക്ക് കേൾക്കേണ്ടി വന്നാൽ സത്യവിശ്വാസികൾ എന്ന നിലക്ക് നമുക്കൊരുപാട് ബാധ്യതകൾ നമ്മിൽ ഓരോരുത്തരിലും ഉണ്ട്. അതുകൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ശ്രദ്ധയിലുണ്ടായിരിക്കണം എന്നതിനാൽ ചില കാര്യങ്ങൾ അവിഷയകമായി എന്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. ഒരുപാട് ആളുകളുടെ മരണവാർത്തകൾ ഞാനും നിങ്ങളുമൊക്കെ ദിനേന എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്നു, വായിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു നാൾ നമ്മുടെ മരണവിവരവും പലരും അറിയാനിരിക്കുന്നു, കേൾക്കാനിരിക്കുന്നു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് തന്നിൽ നിന്ന് പിരിഞ്ഞുപോയത് തന്റെ ബന്ധുമിത്രാദികളിൽ ആരെങ്കിലുമാണെങ്കിൽ, തനിക്കേറ്റവും പ്രിയങ്കരായവരാരെങ്കിലുമാണെങ്കിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന വിഷമങ്ങളുടെയും പ്രയാസങ്ങളുടെയും തീക്ഷ്ണത അത് പറഞ്ഞറിയിക്കാനാവാത്തത്ര അനുഭവപ്പെടും എന്നതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇസ്ലാമിന്റെ പരിധികളെ, ഇസ്ലാം നിർണയിച്ച അതിർത്തികളെ ലംഘിച്ചുകൊണ്ടുള്ള ഒരു വിഷമപ്രകടനങ്ങളും ഒരു സങ്കടപ്പെടലുകളും ഉണ്ടാകുവാൻ പാടില്ല എന്നത് ഇസ്ലാമിന്റെ കണിശമായ കാഴ്ചപ്പാടാണ്. ജീവിതം എന്ന് പറയുന്നത് സുഖം മാത്രമുള്ള ഒരു പ്രതിഭാസമല്ല. സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം. രാവും പകലും മാറി മാറി വരുന്നത് നാം കാണുന്നത് പോലെ എന്റെയും നിങ്ങളുടെയുമൊക്കെ ജീവിതത്തിൽ സുഖങ്ങളും ദുഃഖങ്ങളും മാറി മാറി വന്നുകൊണ്ടേയിരിക്കും.
സുഖങ്ങളുണ്ടാകുമ്പോൾ അത് നൽകിയ അല്ലാഹുവിനോട് ശുക്ർ രേഖപ്പെടുത്തിക്കൊണ്ട് നന്ദിയുള്ളവരായിക്കൊണ്ട് കൂടുതൽ വിനീതരാവുകയാണ് വേണ്ടത്. അഹംഭാവം നടിക്കുകയല്ല. അതുപോലെ തന്നെ ദുഃഖങ്ങളുണ്ടാകുമ്പോൾ ആ ദുഃഖങ്ങൾ എനിക്ക് നിശ്ചയിച്ചത് എന്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയാവുന്ന നാഥനാണ്. അതുകൊണ്ട് ഞാൻ സഹിക്കുന്നു, ക്ഷമിക്കുന്നു എന്ന മനോഗതി വെച്ച് പുലർത്തുകയും ആ ക്ഷമക്കും സഹനത്തിനും പകരമായി അക്ഷമയുടെയും സഹനമില്ലായ്മയുടെയും മേഖലയിലേക്ക് കുതിച്ചുചാടി അരുതായ്മകൾ ചെയ്യാതിരിക്കുവാനും സത്യവിശ്വാസികൾ എന്ന നിലക്ക് നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ജീവിതം എന്നത് പരീക്ഷണമാണ്. പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ കൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ആ വചനമാണ് വിശുദ്ധ ഖുർആനിൽ 2-ാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ സൂക്തമായി ഞാൻ നിങ്ങളെ തുടക്കത്തിൽ ഓതിക്കേൾപ്പിച്ചത്. അല്ലാഹു തആല പറയുന്നു, വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. അല്പം സുദീർഘമായ നിലക്ക് തന്നെ വളരെ വിശദമായി തന്നെ അല്ലാഹു തആല നമ്മുടെ ഓരോരുത്തരുടെയും ഖൽബുകളിലേക്ക് ഇട്ട് തന്ന വാചകമാണത്. എന്താണ് അവിടെ റബ്ബ് പറയുന്നത്? നിങ്ങളെ നാം പരീക്ഷിക്കും എന്നല്ല പറഞ്ഞത്, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാണ് പറയുന്നത്. ശക്തമായ സ്വരത്തിലാണ് ആ പ്രയോഗം. പരീക്ഷണം ജീവിതത്തിലെ കൂടപ്പിറപ്പാണ്. പരീക്ഷണമില്ലാത്തവര് ജീവിതം ഒരാളും സങ്കല്പിക്കേണ്ടതില്ല. ജീവിതമാണോ പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് നമ്മെ സൃഷ്ടിച്ച് സംരക്ഷിച്ചു വരുന്ന പരിപാലകനായ റബ്ബ് തന്നെ നമ്മെ അറിയിക്കുകയാണ്, നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുന്നതാണ്. ഏതൊക്കെ മുഖേന പരീക്ഷിക്കും? വിശപ്പ് നൽകിക്കൊണ്ട് പരീക്ഷിക്കുന്നതാണ്, ഭയം നൽകിക്കൊണ്ട് പരീക്ഷിക്കുന്നതാണ്. അതുപോലെ തന്നെ വനഖ്സിൻ മിനൽ അംവാലി, സാമ്പത്തിക കമ്മിയിലൂടെ പരീക്ഷിക്കുന്നതാണ്. വൽ അൻഫുസി, ശാരീരികമായ ന്യൂനതകളിലൂടെ പരീക്ഷിക്കുന്നതാണ്. വസ്സമറാത്ത്, ഫലകായികനികളുടെ കമ്മി മുഖേനയും നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്. ഈ നിലക്ക് ശാരീരികമായും സാമ്പത്തികമായും അതുപോലെ തന്നെ മാനസികമായുമൊക്കെ നിങ്ങൾ ശക്തമായ പരീക്ഷണങ്ങൾക്ക് വിധേയരാകേണ്ടി വരും ജനങ്ങളെ. ആ ഘട്ടത്തിൽ നിങ്ങളുടെ കർത്തവ്യം എന്താണ്? ആ ഘട്ടത്തിൽ ഓ മുസ്ലിമേ, പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ, അവന്റെ കർത്തവ്യം എന്താണ്? വബശ്ശിരിസ് സാബിരീൻ, ക്ഷമാലുക്കൾക്ക്, സഹനം കൈക്കൊള്ളുന്നവർക്ക് നബിയെ സന്തോഷ വാർത്ത അറിയിക്കൂ. ക്ഷമിക്കാൻ ആർക്കാണ് കഴിയുന്നത്? സഹിക്കാൻ ആർക്കാണ് കഴിയുന്നത്? അവരോട് പറയൂ, അവര് ഭാഗ്യവാന്മാരാണ്. അവരോട് സന്തോഷത്തിന്റെ വർത്തമാനം അറിയിക്കൂ നബിയേ. എന്താണ് ആ സ്വാബിരീങ്ങളുടെ ലക്ഷണം? സഹനമുള്ളവരുടെ ലക്ഷണം എന്താണ്? അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ, അവർക്ക് വല്ല മുസീബത്തും ബാധിച്ചു കഴിഞ്ഞാൽ ഖാലൂ, അവര് പറയുന്നതാണ്, ഇന്നാ ലില്ലാഹ്, ഞങ്ങളൊക്കെ അല്ലാഹുവിൻ്റെതാണ്, ഞങ്ങളൊക്കെ അല്ലാഹുവിനുള്ളതാണ്. വ ഇന്നാ ഇലൈഹി, നിശ്ചയമായും ഞങ്ങളൊക്കെയും അവങ്കലേക്ക് തന്നെ റാജിഊൻ, മടങ്ങുന്നവര് തന്നെ. ഞങ്ങളൊക്കെ അള്ളാന്റെതാണ്. ഞങ്ങളിൽ എന്തും വിധിക്കാൻ അല്ലാഹുവിന്
അധികാരമുള്ളവനാണ്. ഞങ്ങളുടെ എല്ലാം നൽകിയത് അവനാണ്. ഞങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത് അവനാണ്. ഞങ്ങളുടെ എല്ലാം ആ റബ്ബിന്റെ കൺട്രോളിലാണ്, ആ റബ്ബിന്റെ കൈകളിലാണ്, ആ റബ്ബിന്റെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് തന്നെ അവൻ എന്തൊന്ന് എന്നിൽ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും, ഞങ്ങളിൽ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും, അതെന്റെ മാനസികമായ കാര്യത്തിലാണെങ്കിലും, എന്റെ ശാരീരിക പ്രശ്നത്തിലാണെങ്കിലും, എന്റെ സാമ്പത്തികമായ കാര്യങ്ങളിലാണെങ്കിലും, എന്റെ കുടുംബപരമായ വിഷയത്തിലാണെങ്കിലും, എന്റെ സാമൂഹ്യപരമായ മേഖലയിലാണെങ്കിലും, എന്റെ ഏതേത് രംഗങ്ങളിലാണെങ്കിലും എന്റെ റബ്ബിന് എന്തും ചെയ്യാൻ അധികാരമുള്ളവനാണ്. എന്ത് നടപടിയും എന്റെ മേലെടുക്കാൻ അധികാരമുള്ളവനാണ്. ആ നിലയ്ക്ക് എന്നെ പരിപാലിച്ചു വരുന്ന റബ്ബിനുള്ളവരാണ് ഞങ്ങളെല്ലാം. മാത്രമല്ല, ഇനി അല്ലാഹു നിശ്ചയിച്ചു തന്നിട്ടുള്ള ഈ ജീവിതം അങ്ങ് അവസാനിച്ചു കഴിഞ്ഞാൽ വഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങളൊക്കെയും അവങ്കലേക്ക് തന്നെ മടങ്ങിച്ചെല്ലേണ്ടവരുമാവുന്നു. ഓ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പറയുന്നവരാണ് സ്വാബിരീങ്ങൾ, ഇങ്ങനെ പറയുന്നവരാണ് സഹനമുള്ളവർ. അവരോട് സന്തോഷ വാർത്ത അറിയിക്കണം. എന്താണ് സന്തോഷം? എന്താണ് അവരോട് പറയാനുള്ള വാർത്ത? എന്താണ്? ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മത്തുൻ, അക്കൂട്ടർക്ക് അല്ലാഹുവിങ്കൽ നിന്ന് വലിയ ഗുണങ്ങൾ കിട്ടാനുണ്ട്. ഒരുപാട് ഗുണങ്ങൾ അല്ലാഹു അവർക്ക് ചെയ്തു കൊടുക്കുന്നതാണ്. ഒട്ടേറെ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകുന്നതാണ്. വഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവർ തന്നെയാണ് നേർമാർഗത്തിൽ ചരിച്ചുകൊണ്ടിരിക്കുന്നവർ. അവർ തന്നെയാണ് ഹിദായത്ത് ലഭിച്ചിട്ടുള്ളവർ. അവർ തന്നെയാണ് നേരിന്റെ മാർഗത്തിലൂടെ മുന്നോട്ട് പോകുന്നവർ. ഓ പ്രിയപ്പെട്ടവരെ, ഇതാണ് ക്ഷമ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത്. നമുക്ക് നമ്മുടെ മറ്റുള്ള പല ആളുകളുടെയും മരണവാർത്തകൾ കേൾക്കുന്നതിനേക്കാൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഉപ്പ, അതുപോലെ തന്നെ നമ്മുടെ ഉമ്മ, അതുപോലെ തന്നെ നമ്മുടെ ബന്ധുമിത്രാദികൾ ആരാവട്ടെ, ആ മരണത്തിന്റെ ഘട്ടത്തിൽ, ആപത്തുകൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ, പ്രതിസന്ധികൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ആദ്യഘട്ടത്തിലാണ് ക്ഷമയും സഹനവും വേണ്ടത്. ആദ്യഘട്ടത്തിലാണ് ക്ഷമയും സഹനവും വേണ്ടത്. കുറെ കഴിഞ്ഞാൽ സ്വാഭാവികമായും മനുഷ്യരുടെ മനസ്സിനൊരു ചേഞ്ച് വരും, ഒരു മാറ്റം വരും. പക്ഷേ ആ ദിവസങ്ങളിൽ ക്ഷമിക്കുന്നതല്ല, അതിന്റെ മുമ്പേ ആപത്തിന്റെ വാർത്തയങ്ങ് കേൾക്കുന്ന വേളയിൽ തന്നെ, ആദ്യ നിമിഷത്തിൽ തന്നെ സഹിക്കാൻ എനിക്കും നിങ്ങൾക്കും ഈമാനുണ്ടോ? നമുക്ക് ശ്രമിക്കാൻ ഈമാനികമായ ദൃഢതയുണ്ടോ? അതാണ് സഹനമെന്ന്, അതാണ് ക്ഷമയെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മറിച്ച് ദിവസങ്ങൾ പിന്നിടും തോറും മരണത്തിന്റെ സങ്കടങ്ങളും ദുഃഖങ്ങളുമൊക്കെ മനുഷ്യ മനസ്സിൽ നിന്ന് മറഞ്ഞു പോവുക സ്വാഭാവികമാണ്. അത് അല്ലാഹു നിശ്ചയിച്ച ഒരു സുന്നത്തുമാണ്. അല്ലാതെ ഏത് കാലത്തും മനുഷ്യന്റെ ആ മനസ്സ് വേദനിച്ചുകൊണ്ടിരുന്നാൽ ദുന്യാവിലെ ഒരു കാര്യങ്ങളും പിന്നെ നടക്കില്ല. മനുഷ്യന് ജോലി ചെയ്യാനാവില്ല, ഭക്ഷണം കഴിക്കാനാവില്ല, ഉറങ്ങാനാവില്ല. അതുകൊണ്ട് തന്നെ മറവി ആ വിഷയത്തിൽ അല്ലാഹു നൽകുന്ന ഒരു അനുഗ്രഹം തന്നെ. പക്ഷേ നമുക്ക് കുറെ കാലം കഴിഞ്ഞിട്ടുള്ള സഹനമല്ല പ്രിയപ്പെട്ടവരെ വേണ്ടത്. അപകടം സംഭവിക്കുമ്പോ, അതേത് അപകടമായാലും, മരണമാവട്ടെ, ഏത് നിലക്കുള്ള പരീക്ഷണങ്ങളാവട്ടെ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടേതായ ആ നിലക്കൊന്ന് സംഭവിക്കുകയാണെങ്കിൽ ആദ്യഘട്ടത്തിലെ, പ്രഥമഘട്ടത്തിലെ സഹനമാണ് വേണ്ടതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത് നോക്കൂ. അതാ പ്രവാചകന്റെ കാലത്തൊരു സംഭവം ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിംറഅത്തിൻ തബ്കി ഇൻദ ഖബറിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഖ്ബറയിലൂടെ നടന്നു പോകുമ്പോ ഒരു സ്ത്രീ അതാ ഒരു ഖബറിന്റെ സമീപത്ത് നിന്നുകൊണ്ട് പൊട്ടി പൊട്ടി കരയുന്നു. സഹനമില്ലാതെ, ക്ഷമയില്ലാതെ അവർ കരയുകയാണ്, പലതും അവർ പറയുകയാണ്. ആ ഘട്ടത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹോദരിയോട് പറഞ്ഞു, ഇത്തഖില്ലാഹ വസ്ബിരി. ഓ സഹോദരി, അല്ലാഹനെ സൂക്ഷിക്കണേ, ഇങ്ങനെ അലമുറയിട്ട് കരയാൻ പാടില്ല. ഒന്ന് ക്ഷമിക്കൂ, ഒന്ന് സഹിക്കണേ.
എന്ന് ആ സ്ത്രീയോട്, ആ സഹോദരിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം കൊടുക്കുന്നു. ഫഖാലത്തി, അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഇലൈക അന്നീ, എന്റെ അടുക്കൽ നിന്ന് പോ. എന്നോട് ഉപദേശിക്കാൻ വന്നിരിക്കുകയാണോ? എന്റെ അടുക്കൽ നിന്ന് മാറിപ്പോകൂ. ഫഇന്നക ലം തുസബ് ബിമുസീബതി, താങ്കൾക്ക് എനിക്ക് ബാധിച്ച മുസീബത്ത് അങ്ങേക്ക് ബാധിച്ചിട്ടില്ലല്ലോ. എനിക്ക് ബാധിച്ച മുസീബത്ത് നിങ്ങൾക്ക് ബാധിച്ചിട്ടില്ലാത്തത് കൊണ്ടുള്ള ഉപദേശമല്ലേ ഇതൊക്കെ? നിങ്ങളാണ് എന്റെ സ്ഥാനത്തെങ്കിൽ കാണാമായിരുന്നു. ഓ പ്രിയപ്പെട്ടവരെ, എത്ര ശൗര്യത്തോടെയാണ്, എത്ര ഗൗരവത്തിലാണ് ആ സ്ത്രീ സംസാരിക്കുന്നത്. എന്തേ കാരണമെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയോ? വലം തഅരിഫുഹു, വാസ്തവത്തിൽ ആ സഹോദരിക്ക് അള്ളാന്റെ റസൂലാണ് ഇപ്പൊ തന്റെ മുമ്പിൽ നിൽക്കുന്നത്, അള്ളാന്റെ റസൂലാണ് ഈ ഉപദേശിക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു. അങ്ങനെയാണ് അവർ സംസാരിച്ചത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് മുന്നോട്ട് നടന്നുപോയി. പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു, ആ സ്ത്രീ ഇങ്ങനെ പ്രതികരിച്ചപ്പോ നബി തങ്ങൾ അങ്ങ് മുന്നോട്ട് പോയി. ഫഖീല ലഹാ, അപ്പോഴാണ് ഈ പെണ്ണിനോട്, ഈ സഹോദരിയോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു കൊടുത്തു, ഇന്നഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളിപ്പോ ഗൗരവത്തിൽ സംസാരിച്ചത് ആരോടാണെന്ന് മനസ്സിലായോ? അള്ളാന്റെ റസൂലിനോടാ നിങ്ങളിപ്പോ സംസാരിച്ചത്. അള്ളാന്റെ റസൂലാ നിങ്ങളോട് സംസാരിച്ചത്. ആ റസൂലിനോടാണോ നിങ്ങൾ ഇത്രയും ഗൗരവത്തിൽ സംസാരിച്ചത്? ആ സഹോദരിക്ക് വല്ലാത്ത വിഷമമായി, സങ്കടമായി. ഫാത്തത്ത് ബാബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സഹോദരി അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ കവാടത്തിന്റെ മുമ്പിൽ എത്തി നോക്കിയപ്പോ ഫലം തജിദ് ഇൻദഹു ബവാബീൻ, ആ വാതിൽക്കലൊരു പാറാവുകാരുമില്ല. നേതാവിന്റെ അടുക്കലേക്ക് കയറാൻ പ്രയാസമില്ല. അവിടുത്തെ വിനീതമായ സ്വഭാവമാണത്. അങ്ങോട്ട് കയറി ചെല്ലാൻ ഒരു പാറാവുകാരും തടസ്സമല്ല. അങ്ങനെ നബി തങ്ങളുടെ സമീപത്തേക്ക് കയറി ചെന്നുകൊണ്ട് ഫഖാലത്ത്, ആ സഹോദരി പറയുകയാണ്, ലം അഅരിഫുക, അങ്ങയെ എനിക്ക് മനസ്സിലാകാത്തത് കൊണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി നബിയേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഈ സഹോദരി എന്നുകൊണ്ട് അതാ മാപ്പ് ചോദിക്കുകയാണ്. ആ സമയത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഒരു ഉപദേശമുണ്ട്. അതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വിഷയവുമായി ബന്ധമുള്ള കാര്യം. അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ ആ സഹോദരിയോടതാ പറഞ്ഞു കൊടുക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഒരു ഉപദേശം കൊടുക്കുന്നു. ഇന്നമസ്സബ്റു ഇൻദസ്സദമത്തിൽ ഊലാ, ക്ഷമയും സഹനവുമൊക്കെ നമുക്കുണ്ടാകുന്ന ആദ്യ ഷോക്കിന്റെ സമയത്താണ്. ആദ്യമായിട്ട് നമുക്ക് അപകടകരമായ, പ്രയാസകരമായ, അത്യന്തം വേദനാജനകമായ ഒരു വാർത്ത കിട്ടുമ്പോ ആദ്യഘട്ടത്തിലാണ് ക്ഷമ വേണ്ടത് കേട്ടോ, സഹനം വേണ്ടത് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം കൊടുക്കുന്നു. ഇവിടെ എന്താണ് പ്രിയപ്പെട്ടവരെ? ആ സഹോദരിയതാ കുട്ടി മരിച്ചിട്ട് കുട്ടിയുടെ ഖബറിങ്കൽ നിന്നുകൊണ്ടാണ് പൊട്ടിക്കരഞ്ഞ് വിലപിക്കുന്നത്. ആ ഘട്ടത്തിൽ അതാ ആ സ്ത്രീയതാ പരിസരം മറന്നുകൊണ്ട് സംസാരിക്കുകയാണ്. നബിതങ്ങളാണെന്ന് മനസ്സിലായിട്ടുമില്ല. എന്നാലും ആ ഷോക്കിലതാ എടുത്തുചാടി മറുപടി പറഞ്ഞല്ലോ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നു. കുറെ കഴിഞ്ഞിട്ടല്ല ക്ഷമ വേണ്ടത്, കുറെ കഴിഞ്ഞിട്ടല്ല സഹനം വേണ്ടത്. നമുക്കുണ്ടാകുന്ന ആദ്യഘട്ടത്തിൽ തന്നെയാണ് ക്ഷമയും സഹനവുമൊക്കെ വേണ്ടത്. അതിന് മാത്രമേ അല്ലാഹു ഓഫർ ചെയ്തിട്ടുള്ള വലിയ പ്രതിഫലം നമുക്ക് കിട്ടൂ എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പറഞ്ഞു കൊടുത്തതിന്റെ ആശയം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അപ്പൊ പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കണം, സഹിക്കണം എന്നൊക്കെ പറയുന്നത് കുറെ കഴിഞ്ഞിട്ട് വേണ്ട സംഗതിയല്ല, കുറെ കഴിഞ്ഞിട്ട് വേണ്ട സംഗതിയല്ല. ഉടനെ തന്നെ സഹിക്കാനും ക്ഷമിക്കാനുമാകണം. ആ പറയുന്ന വാചകം മനസ്സറിഞ്ഞിട്ടാണ് പറയേണ്ടത്. എന്താണ് ആ പറയുന്ന വാചകം? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതിങ്ങനെ മനസ്സറിയാതെ പറയേണ്ടുന്ന ഒരു വാചകമല്ല. അത് മനസ്സറിഞ്ഞ് പറഞ്ഞവർക്ക് ക്ഷമകേടുകൊണ്ട് ഇസ്ലാം വിരോധിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനൊരിക്കലും സാധ്യമല്ല. അതിനവന് തോന്നുന്നു
തോന്നുകയുമില്ല. വിരോധിക്കപ്പെട്ട നിലക്കുള്ള ഒരു വിലാപങ്ങളും പാടില്ല. കാരണം അവൻ മനസ്സിലാക്കുന്നത് അല്ലാഹു എനിക്ക് നൽകിയത് അങ്ങനെയാണ്, അല്ലാഹു എനിക്ക് വിധിച്ചത് അങ്ങനെയാണ്, ഞാൻ സഹിച്ചേ പറ്റൂ, ഞാൻ ക്ഷമിച്ചേ പറ്റൂ. ആ നിലയ്ക്ക് മനുഷ്യൻ അങ്ങനെ പ്രത്യേകമായ ക്ഷമ വേണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതാണ് നമുക്ക് ഖുർആൻ പഠിപ്പിച്ചു തന്നത്. ഇനി പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കുവാൻ ആവശ്യമായ ഒട്ടേറെ സന്തോഷകരമായ വാർത്തകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടത്തിൽ ഈ സമൂഹത്തിന് നൽകിയിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഒരാൾക്ക് സഹിക്കാനാവാത്ത മരണമല്ലേ അയാളുടെ പിഞ്ചുമകൻ മരിക്കുന്നത്, അതല്ലെങ്കിൽ പിഞ്ചു ബാലിക മരിക്കുന്നത്, അതല്ലെങ്കിൽ മക്കളുടെ മരണം. ഏതുമ്മയ്ക്കാണ് സഹിക്കാനാവുക? ഏത് ഉപ്പയ്ക്കാണ് സഹിക്കാനാവുക? കൈ വളരുന്നു, കാല് വളരുന്നു എന്ന് നോക്കിക്കൊണ്ട് വളർത്തിയുണ്ടാക്കിയ സന്താനങ്ങൾ ഒരു ദിവസം അങ്ങ് പെട്ടെന്ന് വേർപിരിയുമ്പോ അത് സഹിക്കാനാവില്ലല്ലോ രക്ഷിതാക്കൾക്ക്, അതിൽ സംശയമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈമാനുള്ള സ്ത്രീ പുരുഷന്മാര് സഹിക്കാനും ക്ഷമിക്കാനും വേണ്ടിയതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടേറെ സന്തോഷ വാർത്തകൾ ആ വിഭാഗത്തിന് അറിയിക്കുന്നു. അതിൽ വിശ്വസിക്കുകയേ നിവൃത്തിയുള്ളൂ. അപ്പോൾ അവന് സഹിക്കാനാകും, അപ്പോൾ അവന് ക്ഷമിക്കാനാകും. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അതാ ചെറുപ്പത്തിലെ തന്നെ കുഞ്ഞുങ്ങൾ മരിക്കുന്ന സ്ത്രീകൾ ഇങ്ങനെ വിലപിക്കുമ്പോ, കുട്ടികൾ ഇങ്ങനെ മരിച്ചു പോകുന്ന സഹോദരിമാര്, സഹാബ വനിതകൾ വല്ലാതെ വിഷമിക്കുമ്പോ അതാ റബ്ബിന്റെ അടുക്കൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹയി കിട്ടിക്കൊണ്ട് അവിടുന്ന് അവരോട് സന്തോഷം പങ്കിടുകയാണ്. എന്താണ് അവിടുന്ന് പഠിപ്പിക്കുന്നത്? ഒരു ഹദീസിൽ നമുക്ക് കാണാം. ഈ വിഷയത്തിൽ ധാരാളം ഹദീസുകൾ നിലവിലുണ്ട്. ഒന്ന് രണ്ടെണ്ണം കേൾപ്പിക്കട്ടെ. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അയ്യുമംറഅത്തിൻ മാതലഹാ സലാസത്തുൻ മിനൽ വലദി കാനൂ ഹിജാബൻ മിനന്നാർ. ഏതെങ്കിലും ഒരു സ്ത്രീ, ആ സ്ത്രീക്കഥാ 3 കുട്ടികൾ മരിച്ചു പോയെങ്കിൽ, ഒരു സഹോദരിക്കഥാ കുട്ടികൾ 3 എണ്ണമാണ് മരിച്ചു പോയതെങ്കിൽ, കാനോ ആ മക്കളായി തീരുന്നതാണ് ഹിജാബൻ മിനന്നാർ. ഈ മാതാപിതാക്കൾക്ക്, ഈ ഉമ്മമാർക്കതാ നാളെ പരലോകത്ത് നരകത്തിൽ നിന്ന് മറയാണ് കേട്ടോ. ഈ കുട്ടികൾ കാരണം അവർക്ക് വലിയ ഫضل നാളെ പരലോകത്ത് കിട്ടാനിരിക്കുന്നു. ഇതിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നതിനിടെ ഒരു സഹാബ വനിത എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു. അതാ ഒരു സഹാബ വനിത ഉടനെ ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലേ, 3 കുട്ടികളെന്നല്ലേ അങ്ങെന്ന് പറഞ്ഞത്? വസനാൻ, അത് 2 ആണെങ്കിലോ? ഒരു പക്ഷേ ആ സഹാബ വനിതയുടെ കുഞ്ഞുങ്ങൾ 2 എണ്ണം മരിച്ചിട്ടുണ്ടായിരിക്കാം. വേദന കൊണ്ട് മനസ്സ് നീറുന്ന ആ സഹോദരി അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, നബിയെ 2 എണ്ണമാണെങ്കിലോ? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വസനാൻ, അതെ, അങ്ങനെയാണെങ്കിലും അവർക്ക് ആ കുഞ്ഞുങ്ങൾ നരകത്തിൽ നിന്ന് മറ തന്നെ. ഇതിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സഹോദരിക്ക്, ഒരു സഹോദരന്, അവന് ആ സമയത്ത് അതോർക്കുമ്പോഴല്ലേ സഹിക്കാനാകുന്നത്, ക്ഷമിക്കാനാകുന്നത്. ഇനിയും നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അമിൻ മുസ്ലിമൈനി യമൂതു ലഹുമാ സലാസത്തുൻ മിനൽ വലദി ലം യബ്ലുഗുൽ ഹിൻസ ഇല്ലാ ദഖലഹുമുല്ലാഹു വഅബവൈഹിമുൽ ജന്നത ബിഫദ്ലി റഹ്മതിഹി. ഏതൊരു മുസ്ലിമായ മാതാപിതാക്കളുണ്ടോ, ആ മാതാപിതാക്കൾക്കതാ പ്രായപൂർത്തിയെത്തിയിട്ടില്ലാത്ത നിലക്ക് തന്നെ, കൈക്കുഞ്ഞുങ്ങളായിരിക്കെ തന്നെ പ്രായപൂർത്തിയെത്തിയിട്ടില്ലാത്ത നിലക്ക് തന്നെ 3 കുഞ്ഞുങ്ങളങ്ങ് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു അവരെ, ആ കുട്ടികളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാതിരിക്കില്ല. വഅബവൈഹിമുൽ ജന്ന, അവരുടെ മാതാപിതാക്കളെയും ബിഫളിലി റഹ്മതിഹി, അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട്,
അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഔദാര്യം നിമിത്തം അള്ളാഹു അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാതിരിക്കില്ല. മാത്രമല്ല അവിടുന്ന് പറയുകയാണ്, വയകൂനൂന അലാ ബാബിൻ മിൻ അബ്വാബിൽ ജന്ന. ഈ കുട്ടികൾ ഇങ്ങനെ സ്വർഗീയ കവാടത്തിലേക്ക് ഇങ്ങനെ പ്രവേശിക്കാൻ ഇങ്ങനെ അതിന്റെ അടുത്ത് പോയി നിൽക്കുന്ന നേരത്ത് ഈ മക്കളോട് പറയപ്പെടും, ഉദ്ഖുലുൽ ജന്ന, കടന്നോ സ്വർഗത്തിലേക്ക്, മക്കളെ പ്രവേശിച്ചോളൂ സ്വർഗത്തിലേക്കെന്ന് പറയുമ്പോ ആ കുഞ്ഞുമക്കൾ പറയും, ഹത്താ യജീഅ അബവാന, ഞങ്ങളെ ഉമ്മയെയും ഉപ്പയെയും കൂടി ഒപ്പം തരുമോ, ഞങ്ങളെ മാതാപിതാക്കളെ കൂടി ഒപ്പം തരുമോ എന്നീ കുഞ്ഞുമക്കൾ ആഗ്രഹം പറയുന്നു. ആ സമയത്തതാ കുട്ടികളോട് പറയപ്പെടുന്നതാണ്, ഉദ്ഖുലുൽ ജന്നത അൻതും, മക്കളെ നിങ്ങൾ പ്രവേശിച്ചോളൂ സ്വർഗത്തിലേക്ക്, വാബവാക്കും, നിങ്ങളുടെ മാതാപിതാക്കളും പ്രവേശിക്കട്ടെ, ബിഫദ്ലി റഹ്മത്തില്ലാഹി, അള്ളാന്റെ റഹ്മത്ത് മുഖേന, അള്ള ചെയ്യുന്ന ഔദാര്യമാണത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. കാഫിറായ മാതാപിതാക്കൾക്ക് ഈ ഒരു സൗഭാഗ്യം ലഭിക്കുവാനില്ല. ഈമാനുള്ള മാതാപിതാക്കളാണെങ്കിൽ ആ നിലക്ക് അവർക്കതാ ആ നിലക്കൊരു പരീക്ഷണം ദുനിയാവിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അവരത് സഹിച്ചവരാണെങ്കിൽ, അവരത് ക്ഷമിച്ചവരാണെങ്കിൽ, അതാ അത് മുഖേന അവർക്ക് സ്വർഗപ്രവേശനത്തിന് കാരണമായി തീരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമൂഹത്തിലെ ഉമ്മമാരോട് ഉപ്പമാരോട് അങ്ങനെ എങ്ങാനും വല്ല പരീക്ഷണവും സംഭവിച്ചു പോയാൽ സഹിക്കേണ്ടതിന്റെ പ്രാധാന്യം, ക്ഷമിക്കേണ്ടതിന്റെ മഹത്വം ഈ വചനങ്ങളിലൂടെ പഠിപ്പിച്ചു തരുന്നു. ഇനി മക്കളല്ല, ആരാവട്ടെ അങ്ങനെ ഒരു പരീക്ഷണമുണ്ടായെങ്കിൽ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുവായിട്ട് പറയുന്ന ഒരു വാചകം നോക്കൂ, ഇന്നല്ലാഹ ലാ യർദാ ലി അബ്ദിഹിൽ മുഅ്മിൻ ഇദാ ദഹബ ബിസഫീഹി മിൻ അഹ്ലിൽ അർദി ഫസബറ വഹ്തസബ ബിസവാബിൻ ദൂനൽ ജന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തതാ ഏതെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യന് ഇഷ്ടപ്പെട്ടവരെ അള്ളയങ്ങ് കൊണ്ടുപോയി